സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രം മഗധ ടു താനേശ്വർ എന്ന യൂണിറ്റിൽ കുശാനാസിനെ കുറിച്ചാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൽ ഗാന്ധാര സ്കൾപ്ചറാണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കുന്നത് ദി ശതവാഹനാസ്, ശതവാഹനന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ശതവാഹനർ. അവരെ പറ്റി നമുക്ക് നോക്കാം. The Shatavahanas emerged as the rulers in central and south India after the Mauryas or after the Maurya rule. മൗര്യന്മാരുടെ ഭരണകാലഘട്ടത്തിന് ശേഷം സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ, മധ്യേന്ത്യയിലും അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലും അധികാരത്തിലെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഭരണത്തിലെത്തിയിട്ടുള്ള അവിടെ പവർഫുള്ളായി മാറിയിട്ടുള്ള ഒരു ശക്തിയാണ് ശതവാഹനന്മാർ എന്ന് പറയുന്നത്. ഓക്കെ, they emerged as the rulers in central and south India after the Maurya rule. മൗര്യന്മാർക്ക് ശേഷം സെൻട്രൽ ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും പവർഫുൾ ആയി മാറിയിട്ടുള്ള ഒരു ശക്തിയാണ് ശതവാഹനന്മാർ എന്ന് പറയുന്നത്. ആൻഡ് they ruled during first century BCE. BCE 1-ാം നൂറ്റാണ്ടായിരുന്നു അവരുടെ ഭരണകാലം. ഓക്കെ, BCE 1-ാം നൂറ്റാണ്ടിലാണ് അവർ ഭരണം നടത്തിയത്. ആൻഡ് പ്രതിഷ്ഠാന, ശ്രദ്ധിക്കുക, പ്രതിഷ്ഠാന was the capital of Shatavahanas. ശതവാഹനന്മാരുടെ ക്യാപിറ്റൽ, അവരുടെ ഭരണ തലസ്ഥാനമായിരുന്നു ഏത്? പ്രതിഷ്ഠാന എന്ന് പറയുന്ന സ്ഥലം. അത് ഇന്ന് അറിയപ്പെടുന്നത് പൈത്താൻ എന്നാണ്. അതായത് മഹാരാഷ്ട്രയിലെ പൈത്താൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്ന് പൈത്താൻ എന്നറിയപ്പെടുന്നു. അന്ന് ശതവാഹനന്മാരുടെ ഭരണകാലത്ത് അത് അറിയപ്പെട്ടിരുന്നത് പ്രതിഷ്ഠാന എന്നാണ്. അവരുടെ ക്യാപിറ്റൽ അതായിരുന്നു. പ്രതിഷ്ഠാന വാസ് ദ ക്യാപിറ്റൽ ഓഫ് ശതവാഹനാസ്. കിങ്സ് ലൈക്ക് ഗൗതമിപുത്ര ശതകർണി, ശ്രദ്ധിക്കുക, കിങ്സ് ലൈക്ക് ഗൗതമിപുത്ര ശതകർണി ആൻഡ് വസിഷ്ഠപുത്ര എക്സ്റ്റെൻഡഡ് ദി പവർ ഓഫ് ദി കിങ്ഡം. രണ്ട് രാജാക്കന്മാരുടെ പേര് പറയാണ്. ശതവാഹനന്മാർക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകളുടെ പേര് പറയാണ്. ആരൊക്കെയായിരുന്നു? ഒന്ന് ഗൗതമിപുത്ര ശതകർണി, അതേപോലെ രണ്ടാമത്തത് വസിഷ്ഠിപുത്ര. ഓക്കെ, വസിഷ്ഠിപുത്ര. ഈ രണ്ടാളുകൾ ദേ എക്സ്റ്റെൻഡഡ് ദി പവർ ഓഫ് ദി കിങ്ഡം. അതായത് ഈ രണ്ടാളുകളുടെ കാലഘട്ടത്തിൽ ഈ ശതവാഹന സാമ്രാജ്യത്തിന്റെ ശക്തി എന്തായി? അതിന്റെ വ്യാപ്തിയൊക്കെ ഒന്നുകൂടി വർദ്ധിച്ചു, കൂടുതൽ വിശാലമായി എന്നർത്ഥം, കൂടുതൽ പവർഫുൾ ആയി മാറി എന്നർത്ഥം. ഡ്യൂറിംഗ് ഹിസ് പീരീഡ് traders from North India and propagators of Jainism, Buddhism and Brahmanism came to South India. ഇവരുടെ ഭരണകാലത്ത്, ഓക്കെ, ഈ പറയുന്ന വസിഷ്ഠിപുത്ര അതേപോലെ തന്നെ ഗൗതമിപുത്ര ശതകർണി തുടങ്ങിയിട്ടുള്ളവരുടെ ഭരണകാലത്ത് ഇവിടെ പറയുന്നത് എന്താണ്? ദി ട്രേഡേഴ്സ് ഫ്രം നോർത്ത് ഇന്ത്യ. ഓക്കെ, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കച്ചവടക്കാർ, അതേപോലെ തന്നെ പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ജൈനിസം, ബുദ്ധിസം ആൻഡ് ബ്രാഹ്മണിസം കെയിം ടു സൗത്ത് ഇന്ത്യ. ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ബ്രാഹ്മണ വിശ്വാസത്തിന്റെയും ഒക്കെ പ്രചാരകര് എങ്ങോട്ടേക്ക് വന്നു? സൗത്ത് ഇന്ത്യയിലേക്ക്, ദക്ഷിണേന്ത്യയിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കച്ചവടക്കാരും ജൈന ബുദ്ധ ബ്രാഹ്മണ മതങ്ങളുടെ പ്രചാരകരും എല്ലാം ഇവരുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ദക്ഷിണേന്ത്യയിലേക്ക് വന്നു. ആൻഡ് ദിസ് റിസൾട്ടഡ് ഇൻ ദി കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത്. അങ്ങനെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ, നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ ഒരു സാംസ്കാരിക വിനിമയം, ഒരു സാംസ്കാരിക കൈമാറ്റം അതിലൂടെ നടന്നു. The Shatavahana rulers donated land to Buddhist monks and Brahmins. ശ്രദ്ധിക്കണം, ശതവാഹന രാജാക്കന്മാർ ചെയ്തൊരു കാര്യമാണ്. അവരെന്ത് ചെയ്തു? ബുദ്ധ സന്യാസിമാർക്കും അതേപോലെ തന്നെ ബ്രാഹ്മണന്മാർക്കുമൊക്കെ രാജ്യത്തെ ഭൂമി ദാനമായിട്ട് കൊടുത്തു. ഓക്കെ, ലാൻഡ് ഡൊണേഷൻ, ഭൂദാനം നടത്തി. രാജ്യത്തെ ഭൂമി പല പ്രദേശങ്ങളും എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ബുദ്ധിസ്റ്റ് സന്യാസിമാർക്കും അതേപോലെ ബ്രാഹ്മണന്മാർക്കുമൊക്കെ ദാനമായിട്ട്, ഫ്രീ ആയിട്ട് നൽകി. അത് പ്രധാനമായിട്ടും നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ദി എയിം ഓഫ് സച്ച് ഡൊണേഷൻസ് വാസ് ടു എൻലാർജ് ദി ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. അതായത് കൃഷി ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആ പ്രദേശങ്ങളിലൊക്കെ, ഇങ്ങനെ ദാനമായി കൊടുക്കുന്ന പ്രദേശങ്ങളിലൊക്കെ അവർ കൃഷി ചെയ്യും. അങ്ങനെ രാജ്യത്തെ കൃഷിസ്ഥലത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും, കൂടുതൽ കൃഷിസ്ഥലങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലും ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് രാജാക്കന്മാർ എന്ത് ചെയ്തത്? ഇങ്ങനെയുള്ള ഭൂമി ദാനമായിട്ട് ഇവർക്കൊക്കെ കൊടുത്തത്. ഓക്കെ, ദി എയിം ഓഫ് സച്ച് ഡൊണേഷൻസ് വാസ് ടു എൻലാർജ് ദി ഏരിയ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. കാർഷിക ഭൂമി അല്ലെങ്കിൽ കൃഷിസ്ഥലത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനത്തെ ഡൊണേഷൻസ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല പിന്നീട് എന്ത് ചെയ്തു? ഗ്രാജുവലി ദി അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഓഫ് ദീസ് പ്ലേസസ് വാസ് ഗിവൺ ടു ദം. ക്രമേണ എന്ത് ചെയ്തു? ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ദാനമായി നൽകിയിട്ടുള്ള, കൃഷി ചെയ്യാൻ വേണ്ടി ദാനമായി നൽകിയിട്ടുള്ള ഈ ഭൂമിയുടെ
അധികാരം, അവിടെ ഭരണം നടത്താനുള്ള അധികാരവും രാജാവ് പിന്നീട് എന്ത് ചെയ്തു? ഈ ബുദ്ധ സന്യാസിമാർക്കും അതേപോലെ ബ്രാഹ്മണന്മാർക്കും ഒക്കെ നൽകുകയുണ്ടായി. ആ പ്രദേശത്തിന്റെ ഭരിക്കാനുള്ള അധികാരവും അവർക്ക് നൽകുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അത് എന്തിന് കാരണമായി? ദിസ് വീക്കൻഡ് ദി പവർ ഓഫ് ദി കിങ്സ്. ഓക്കെ, അതായത് രാജാവിന്റെ അധികാരത്തെ ഇത് ദുർബലപ്പെടുത്തി. ക്രമേണ രാജ്യത്തിന്റെ ഇങ്ങനത്തെ പല പ്രദേശങ്ങളും ഡൊണേറ്റ് ചെയ്തു. അത് ഭരിക്കാനുള്ള അവകാശം ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുകളിൽ ഈ രാജാവിനുണ്ടായിരുന്ന നിയന്ത്രണങ്ങളും ശക്തിയും ഒക്കെ ക്രമേണ ക്ഷയിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഓക്കെ, രാജാവിന്റെ കുഴി സ്വയം തോണ്ടി എന്ന് പറയാം നമുക്ക്. ഓക്കെ, നാടൻ ഭാഷയിൽ അങ്ങനെ പറയാം. അങ്ങനെ ഭൂമിയൊക്കെ ദാനമായി കൊടുക്കുകയും അതിന്റെ അധികാരവും അവരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ക്രമേണ ഈ പറഞ്ഞതുപോലെ ദിസ് വീക്കൻഡ് ദി പവർ ഓഫ് ദി കിങ്സ്, രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജാവിന്റെ അധികാരത്തെ ഇത് ദുർബലപ്പെടുത്തി. ഓക്കെ, ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് India had trade relations with Roman Empire. ഈ ശതവാഹനന്മാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് റോമൻ എംപയറുമായിട്ട്, റോമൻ സാമ്രാജ്യവുമായിട്ട് കച്ചവട ബന്ധമുണ്ടായിരുന്നു. അതിനുള്ള തെളിവുകൾ എന്താ? റോമൻ ഗോൾഡ് കോയിൻസ് were found from many places in India. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും റോമൻ സ്വർണ്ണ നാണയങ്ങൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനുള്ള തെളിവാ? ഇക്കാലത്ത് റോമൻ സാമ്രാജ്യവുമായിട്ട് നമുക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ്. ഓക്കെ, ലെറ്റ്സ് സീ ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഡ്യൂ ടു ദി ഗ്രോത്ത് ഓഫ് ട്രേഡ്. അപ്പോൾ കച്ചവട ബന്ധം ഉണ്ടായിട്ടുണ്ട്, മറ്റു രാജ്യങ്ങളുമായിട്ട് കച്ചവടം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം കച്ചവട രംഗത്ത്, ട്രേഡ് സെക്ടറിൽ, കച്ചവട രംഗത്ത് നമ്മൾ വളർച്ച കൈവരിച്ചിരുന്നു ശതവാഹനന്മാരുടെ കാലഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ താഴത്തെ ഈ ഒരു ഫ്ലോ ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം കോപ്പർ കോയിൻസ് ഡ്യൂറിംഗ് ദി ശതവാഹന പീരീഡ്. ശതവാഹന കാലഘട്ടത്തിലെ ശതവാഹന പീരീഡിൽ അവരുപയോഗിച്ചിട്ടുള്ള ചെമ്പ് നാണയങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, then so let's see the changes that happened due to the growth of trade. അതായത് കച്ചവടത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടായത്, സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ കച്ചവട രംഗത്ത് ഉണ്ടായത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. വലിയ സെന്റൻസ് ആക്കി പാരഗ്രാഫ് ആക്കി എഴുതി പിന്നെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് പഠിച്ചാൽ മതി. എക്സാമിന് ചോദ്യം വന്നാൽ ഇങ്ങനെ തന്നെ എഴുതിയാലും മതി. ഓക്കെ, സോ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഡ്യൂ ടു ദി ഗ്രോത്ത് ഓഫ് ട്രേഡ്. ഓക്കെ, ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഡ്യൂ ടു ദി ഗ്രോത്ത് ഓഫ് ട്രേഡ്. എന്തൊക്കെയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ? അപ്പോൾ ഏറ്റവും ആദ്യം ഗ്രോത്ത് ഓഫ് ട്രേഡ്, അതാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതായത് കച്ചവടം എന്താവുകയാണ്? വളരുകയാണ്. അപ്പോൾ കച്ചവടത്തിന്റെ വളർച്ച എന്തിന് കാരണമായി? ഗ്രോത്ത് ഓഫ് ട്രേഡ് എന്തിന് കാരണമായി? ട്രാൻസാക്ഷൻ ഓഫ് കോയിൻസ്, നാണയങ്ങളുടെ വിനിമയത്തിന്. കച്ചവടം വർദ്ധിച്ചപ്പോൾ, കച്ചവടം വളർന്നപ്പോൾ നാണയങ്ങൾ, കോയിൻസ് അത്യാവശ്യമായിട്ട് വന്നു. സാധനങ്ങൾ വെക്കാനും വാങ്ങാനും ഒക്കെ ഒരു വിനിമയത്തിന്റെ മാധ്യമമായിട്ട്, ഒരു മീഡിയമായിട്ട് കോയിൻസ് അത്യാവശ്യമായിട്ട് വന്നു. സോ നാണയങ്ങളുടെ വിനിമയം, ട്രാൻസാക്ഷൻസ് ഓഫ് കോയിൻസ്. ഏതൊക്കെ നാണയങ്ങൾ അക്കാലത്ത് പ്രധാനമായിട്ടും പറയുന്നത്? റോമൻ ഗോൾഡ് കോയിൻസ് ആൻഡ് ശതവാഹന കോപ്പർ കോയിൻസ്. റോമൻ ഗോൾഡ് കോയിൻസും ശതവാഹന കോപ്പർ കോയിൻസും ഒക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇക്കാലത്ത് നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണത്. അതേപോലെ നാണയങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ദാറ്റ് ലീഡ്സ് ടു ദി എമർജൻസ് ഓഫ് ടൗൺസ്. അങ്ങനെ കച്ചവടം ക്രമേണ വർദ്ധിക്കുന്നു, നാണയങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്നു. ലീഡ്സ് ടു എമർജൻസ് ഓഫ് ടൗൺസ്. നഗരങ്ങളുടെ ആവിർഭാവത്തിന്, പുതിയ ടൗൺസ്, നഗരങ്ങളൊക്കെ ഉണ്ടായി വരാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായി വന്ന പ്രധാനപ്പെട്ട അക്കാലത്തെ നഗരങ്ങളാണ് അമരാവതി, നാഗാർജുനകൊണ്ട തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ. അമരാവതി, നാഗാർജുനകൊണ്ട തുടങ്ങിയിട്ടുള്ള നഗരങ്ങൾ. അങ്ങനെ നഗരങ്ങളൊക്കെ ഉണ്ടായി വന്നപ്പോൾ ദാറ്റ് ലീഡ്സ് ടു ദി എമർജൻസ് ഓഫ് വേരിയസ് ഒക്യുപ്പേഷൻസ് ആൻഡ് ആർട്സ് സെന്ററിങ് ദി ടൗൺസ്. ഈ പുതുതായി എമേർജ് ചെയ്തു വന്നിട്ടുള്ള ടൗൺസ്, നഗരങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങൾ, ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ തൊഴിലുകളും അതേപോലെ കലാരൂപങ്ങളും കരകൗശല രംഗവും ഒക്കെ വളർന്നു വരാൻ തുടങ്ങി. ഓക്കെ, പുതിയ നഗരങ്ങൾ ഉണ്ടായപ്പോൾ ആ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് വിവിധ തരം കലകളും തൊഴിലുകളും ഒക്കെ ഉണ്ടായി വരാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായി വന്ന ചില തൊഴിൽ മേഖലകൾ ഇവിടെ പറയുന്നു. മെറ്റലർജി, സിൽക്ക് ഇൻഡസ്ട്രി എക്സെട്ര. മെറ്റലർജി എന്ന് പറയുമ്പോൾ ലോഹ നിർമ്മാണമാണ്. ഓക്കെ, ലോഹ നിർമ്മാണം, ലോഹ സംസ്കരണം എന്നൊക്കെ പറയാം. അതായത് ഇരുമ്പ് കൊണ്ടുള്ള, ചെമ്പ് കൊണ്ടുള്ള, അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെയുള്ള പല ഉപകരണങ്ങളുടെയും നിർമ്മാണം, ലോഹം കൊണ്ടുള്ള പല വസ്തുക്കളുടെയും ആയുധങ്ങളുടെയും ഒക്കെ നിർമ്മാണം. ഓക്കെ, ലോഹ സംസ്കരണം, മെറ്റലർജി. അതേപോലെ സിൽക്ക് ഇൻഡസ്ട്രി, പട്ടു വ്യവസായം. ഓക്കെ, പട്ടുനൂൽ
ഉണ്ടാക്കി പട്ടുനൂൽ അല്ലെങ്കിൽ പട്ട് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പട്ടു വ്യവസായം എന്ന് പറയാം, സിൽക്ക് ഇൻഡസ്ട്രി. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തൊഴിൽ മേഖലകൾ ടൗൺസ് ഡെവലപ്പ് ചെയ്തപ്പോൾ അതിന്റെ കൂടെ ഡെവലപ്പ് ചെയ്തു. അതെന്തിനു കാരണമായി? ഫോർമേഷൻ ഓഫ് ഇങ്ങനെ ഒരുപാട് ഒക്യുപ്പേഷൻസ്, ഒരുപാട് തൊഴിൽ മേഖലകൾ ഉണ്ടായപ്പോൾ ദാറ്റ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ട്രേഡ് ഗ്രൂപ്പ്സ് കോൾഡ് ഗിൽഡ്സ് വിച്ച് കൺട്രോൾഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇങ്ങനെ ഒരുപാട് തൊഴിൽ മേഖലകൾ ഉണ്ടായപ്പോൾ ഈ പ്രൊഡക്ഷനെയും അതിന്റെ ഡിസ്ട്രിബ്യൂഷനെയും, ഉൽപാദനത്തെയും അതിന്റെ വിതരണത്തെയും ഒക്കെ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഗിൽഡുകൾ എന്ന് പറയുന്ന കച്ചവട സംഘങ്ങൾ രൂപപ്പെടാൻ കാരണമായി. ഓക്കെ, ട്രേഡ് ഗിൽഡുകൾ നമുക്ക് 9ാം ക്ലാസ്സിൽ അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഗിൽഡിനെ പറ്റി പഠിക്കാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് അവിടെ ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരുപാട് മെറ്റലർജി, സിൽക്ക് ഇൻഡസ്ട്രി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തൊഴിൽ മേഖലകൾ ഡെവലപ്പ് ചെയ്തപ്പോൾ, ഒരുപാട് തൊഴിലുകൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ആ ഓരോ തൊഴിലിനെയും കൺട്രോൾ ചെയ്യുന്ന, അതിലെ പ്രൊഡക്ഷനെയും അതിന്റെ ഡിസ്ട്രിബ്യൂഷനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ട്രേഡ് ഗിൽഡുകൾ, തൊഴിൽ സംഘങ്ങൾ രൂപം കൊണ്ടു. ഓക്കെ, ആ ട്രേഡ് ഗിൽഡ്സിന്റെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഓരോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട, ഒക്യുപ്പേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡ് ഗിൽഡിന്റെ, ഓക്കെ, ആ ഒരു തൊഴിൽ സംഘത്തിന്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാ ഫങ്ഷൻസ്? ആക്സെപ്റ്റിംഗ് മണി ഡിപ്പോസിറ്റ്സ്, ഗിവിംഗ് ലോൺസ് എക്സെട്ര. അതായത് പണത്തിന്റെ നിക്ഷേപം, അല്ലെ, പണത്തിന്റെ നിക്ഷേപം സ്വീകരിക്കുക, അതേപോലെ വായ്പകൾ നൽകുക കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ഓരോ തൊഴിൽ മേഖലയിലും. ഇപ്പോൾ സിൽക്ക് ഇൻഡസ്ട്രി ആണെങ്കിൽ പട്ടുനൂൽ വ്യവസായത്തിലുള്ള അല്ലെങ്കിൽ പട്ടു വ്യവസായത്തിലുള്ള ആളുകൾക്ക്, തൊഴിലാളികൾക്ക് വായ്പകൾ കൊടുക്കുക. ആ മേഖലയിലുള്ള ആളുകളുടെ പണം ബാങ്കൊക്കെ സ്വീകരിക്കുന്നത് പോലെ ഡിപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുക. അങ്ങനെ ഓരോ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ട്രേഡ് ഗിൽഡുകൾ ഉണ്ടായി. അതിന്റെ ചില ഫംഗ്ഷൻസ് മാത്രമാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ആക്സെപ്റ്റിംഗ് മണി ഡിപ്പോസിറ്റ്സ് ആൻഡ് ഗിവിംഗ് ലോൺസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായി. എങ്ങനെ? വിത്ത് ദി ഗ്രോത്ത് ഓഫ് ട്രേഡ്. ട്രേഡിന്റെ, കച്ചവടത്തിന്റെ വളർച്ചയോടൊപ്പം ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, സോ ഡിസ്കസ് ഹൗ ദി ഗ്രോത്ത് ഓഫ് ട്രേഡ് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് ഗിൽഡ്. ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? പിന്നെ ഹൗ ദി ഗ്രോത്ത് ഓഫ് ട്രേഡ് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് ഗിൽഡ്സ്. അതായത് ട്രേഡിന്റെ, വ്യാപാരത്തിന്റെ വളർച്ച ഗിൽഡുകൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഗിൽഡുകളുടെ രൂപീകരണത്തിന് വഴി തെളിച്ചത് എങ്ങനെ? അതാണ് ചോദ്യം. ഓക്കെ, കച്ചവടം വളർന്നപ്പോൾ അത് ഗിൽഡിന്റെ വളർച്ചക്ക് കാരണമായി, ഗിൽഡുകൾ ഉണ്ടാവാൻ കാരണമായി എന്നാണ് നമ്മളിവിടെ പഠിച്ചത്. അതെങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട് അതേപോലെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ആരോ മാർക്ക് ഇട്ട് ഇങ്ങനെ വരച്ചു വെക്കുക. അതല്ലെങ്കിൽ നേരെ ഓരോ പോയിന്റും, ഓരോ ബോക്സിലുള്ള ഓരോ പോയിന്റും നമ്മൾ നേരെ എടുത്ത് എഴുതിയാലും ദാറ്റ് ലീഡ്സ് ടു അത് എന്തിലേക്ക് നയിച്ചു, ആ രൂപത്തിൽ പറഞ്ഞു പോയാൽ ആൻസർ ആയി. ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതേ കാര്യങ്ങൾ. ഓക്കെ, മറ്റൊരു ചോദ്യം കാണാം. വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദി ശതവാഹന പീരീഡ് ഫ്രം ദി മൗര്യ പീരീഡ്. ഈ മൗര്യന്മാരുടെ ഭരണകാലത്തെ അപേക്ഷിച്ച് ശതവാഹനന്മാരുടെ ഭരണകാലത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായത്? ഓക്കെ, മൗര്യന്മാരുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നും ശതവാഹന പീരീഡിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ്. ആ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളും പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനമായിട്ടും എന്ത് പറയാം? ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗവും നമുക്ക് പറയാം. ഓക്കെ, ലാൻഡ് ഡൊണേഷന്റെ കാര്യവും, അങ്ങനെ ബ്രാഹ്മണന്മാർക്കും ബുദ്ധിസ്റ്റ് മോങ്സിനൊക്കെ ഒരുപാട് ഭൂമി കൈവശം വന്ന കാര്യവും ക്രമേണ അതെന്തിന് കാരണമായി? അവരുടെ സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിക്കാൻ കാരണമായി. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. എത്ര മാർക്കിനാണോ ചോദ്യം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക്, അതിനനുസരിച്ചിട്ടുള്ള ഉത്തരം നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, പിന്നെ അപ്പോൾ ശതവാഹനന്മാരെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് ദി ഏജ് ഓഫ് ഗുപ്താസ്, ഗുപ്തന്മാരുടെ ഭരണത്തെ പറ്റി, അവരുടെ കാലത്തെ പറ്റിയാണ്. ദി ഏജ് ഓഫ് ഗുപ്താസ്, ഗുപ്തകാലം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ദി ഏജ് ഓഫ് ഗുപ്താസ്. ഓക്കെ, ഗുപ്ത കാലഘട്ടം. ഏറ്റവും ആദ്യം ഒരു പോയത്തിലെ, ഒരു കവിതയിലെ കുറച്ച് വരികളാണ്. നോട്ട് ദി റിമൈൻസ് ഓഫ് ദി റിനൗൺഡ് ഗുപ്ത മന്ദിർ ഐ ആം ലുക്കിംഗ് ഫോർ in the corridors of Ujjain, but the footprints of the bard who assumed the guise of Yaksha to assign the rain clouds to be the messenger of Lord. വെറുമൊരു ആത്മകഥം ONV കുറുപ്പ്. മലയാളം കൊടുത്തിട്ടുണ്ട്. ഗുപ്തകീർത്തിതൻ മണ്ണടിഞ്ഞ മന്ദിരമല്ല, ഉജ്ജയിനി തൻ നടക്കാവിൽ ഞാൻ തിരയുന്നു, ആടിമേഘത്തെ പ്രേമദൂതിനായി നിയോഗിക്കും ഏതോ യക്ഷനായി തീർന്ന കവിതൻ കാൽപ്പാടത്രേ. ONV കുറുപ്പിന്റെ വെറുമൊരു ആത്മകഥം എന്ന കവിതയിലെ വരികളാണ്. ഓക്കെ, അപ്പോൾ റീഡ് ദി പോയം കെയർഫുള്ളി. നമ്മൾ വായിച്ചു. വിച്ച് ഡൈനാസ്റ്റി ഈസ് റെഫേർഡ് ടു ഇൻ ഇറ്റ്.
ഏത് സാമ്രാജ്യത്തെ പറ്റിയാണ്, രാജവംശത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? അതാണ് ഒരു ചോദ്യം. ആൻഡ് വാട്ട് ഡീറ്റെയിൽസ് ക്യാൻ യു ഇൻഫോ അബൌട്ട് ദി ഡൈനാസ്റ്റി ഫ്രം ദീസ് ലൈൻസ്? അതേപോലെ ഈ വരികളിൽ നിന്ന് ആ രാജവംശത്തെ പറ്റി എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഈ ഒരു കവിത വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് കിട്ടുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ വിച്ച് ഡൈനാസ്റ്റി ഈസ് റെഫർ ടു ഇൻ ഇറ്റ്? ഏത് രാജവംശത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? ദി ഗുപ്ത ഡൈനാസ്റ്റി. ഏത് രാജവംശമാണ്? ഗുപ്ത സാമ്രാജ്യത്തെ പറ്റിയാണ് ഈ കവിതയിൽ പറയുന്നത്. അതേപോലെ അതിന്റെ മറ്റ് ഫീച്ചേഴ്സ്, ഈ വരികളിൽ നിന്ന് മനസ്സിലാവുന്ന മറ്റു കാര്യങ്ങൾ: ഉജ്ജയിൻ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെന്റർ ഓഫ് ദി ഗുപ്ത ഡൈനാസ്റ്റി. ഗുപ്ത ഭരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഉജ്ജയിനി. ഓക്കെ, ഉജ്ജയിനി എന്ന് മലയാളത്തിൽ പറയാം. ഉജ്ജയിൻ അല്ലെങ്കിൽ ഉജ്ജയിനി ഗുപ്ത ഭരണത്തിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് ഫേമസ് പോയറ്റ്സ് ലിവ്ഡ് ഡ്യൂറിങ് ദി ഗുപ്ത എംപയർ. ഗുപ്ത ഭരണകാലത്ത് അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തിൽ വളരെ പ്രഗത്ഭരായ പ്രശസ്തരായിട്ടുള്ള കവികൾ ജീവിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കവിത ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നേരിട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ ഒരുപക്ഷെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് തന്നെ ആ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ഗുപ്ത, ആരാണ് ഗുപ്ത ഭരണത്തിലെ പ്രധാന രാജാക്കന്മാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോവാണ്. കാളിദാസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോയവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി പറയുന്നു. കാളിദാസ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് കാളിദാസ. ഹു ലിവ്ഡ് ഡ്യൂറിംഗ് ദി ഗുപ്ത പീരിയഡ് ഈസ് റെഫർഡ് ടു ഇൻ ദിസ് പോയം. ഈ കവിതയിൽ പരാമർശിച്ചിട്ടുള്ള കവി ആരാണ്? ആരെ പറ്റിയാണ് പരാമർശിക്കുന്നത്? ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ കാളിദാസൻ അല്ലെങ്കിൽ കാളിദാസൻ എന്ന കവിയെ പറ്റിയാണ് ഈ ഒരു പോയത്തിൽ പരാമർശിക്കുന്നത്. ഓക്കെ, കാളിദാസ ഹു ലിവ്ഡ് ഡ്യൂറിംഗ് ഗുപ്ത പീരിയഡ്. ഗുപ്ത കാലഘട്ടത്തിലാണ് അപ്പോൾ കാളിദാസൻ ജീവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. കാളിദാസ ലിവ്ഡ് ഡ്യൂറിംഗ് ഗുപ്ത പീരിയഡ് ഈസ് റെഫർഡ് ടു ഇൻ ദിസ് പോയം. ഈ പറയുന്ന ONV കുറുപ്പിന്റെ പോയത്തിൽ പരാമർശിക്കുന്ന കവി ആരാണ്? ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ച കാളിദാസനാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ മായ്ക്കുന്നു. After the decline of Maurya Empire, the empire that developed in the Gangetic Plain was Gupta Empire. എന്താ പറയുന്നത്? അതായത് മൗര്യ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം, തകർച്ചയ്ക്ക് ശേഷം ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന, ഗംഗറ്റിക് പ്ലെയിനിൽ ഗംഗാ സമതലത്തിൽ വളർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട എംപയറാണ്, രാജവംശമാണ് ഗുപ്ത എംപയർ എന്ന് പറയുന്നത്, ഗുപ്ത സാമ്രാജ്യം. ഓക്കെ, ചന്ദ്രഗുപ്ത ഫസ്റ്റ് വാസ് ദി ഫസ്റ്റ് പവർഫുൾ ഗുപ്ത റൂളർ. ഗുപ്ത കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി, ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ചന്ദ്രഗുപ്ത ഫസ്റ്റ്. ഓക്കെ, ചന്ദ്രഗുപ്ത ഫസ്റ്റ് വാസ് ദി ഫസ്റ്റ് പവർഫുൾ ഗുപ്ത റൂളർ. ഗുപ്ത ഭരണാധികാരികളിലെ ഏറ്റവും ശക്തനായ ആദ്യത്തെ വ്യക്തിയാണ് ചന്ദ്രഗുപ്ത ഒന്നാമൻ. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദി ഗുപ്ത എറ ഇൻ 320 CE. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, 8ാം ക്ലാസ്സിലേക്ക് മാത്രമല്ല പിന്നീടൊക്കെ നമ്മൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഗുപ്ത വർഷം ആരംഭിച്ചത് ആര് എന്നുള്ള ഈ ഒരു ചോദ്യം. ഓക്കെ, ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആദ്യത്തെ പവർഫുൾ ഗുപ്ത റൂളറാണ്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദി ഗുപ്ത എറ ഇൻ 320 CE. ഓക്കെ, CE 320 ഗുപ്ത വർഷത്തിന് തുടക്കം കുറിക്കുന്നത് ഇദ്ദേഹമാണ്. പിന്നെ സമുദ്രഗുപ്ത ഹു സക്സീഡഡ് ഹിം എക്സ്റ്റെൻഡഡ് ദി എംപയർ. ഈ ചന്ദ്രഗുപ്തൻ ഒന്നാമന് ശേഷം, ചന്ദ്രഗുപ്ത ഫസ്റ്റിന് ശേഷം അധികാരത്തിലെത്തിയിട്ടുള്ള ഭരണാധികാരിയാണ് സമുദ്രഗുപ്ത. ഓക്കെ, അദ്ദേഹവും വളരെ പ്രശസ്തനായിട്ടുള്ള ഗുപ്ത ഭരണാധികാരിയാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. സോ സമുദ്രഗുപ്ത ഹു സക്സീഡഡ് ഹിം എക്സ്റ്റെൻഡഡ് ദി എംപയർ. അതായത് ചന്ദ്രഗുപ്തൻ ഒന്നാമന് ശേഷം അധികാരത്തിലെത്തിയിട്ടുള്ള സമുദ്രഗുപ്തൻ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡഡ് ദി എംപയർ, സാമ്രാജ്യം കൂടുതൽ വിശാലമാക്കി. We come to know about the Samudragupta's attacks from the Prashasti written by his court poet Harisena, and the Prashasti is inscribed on the pillar in Allahabad. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഈ സമുദ്രഗുപ്തനെ പറ്റി നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത് എവിടെ നിന്നാണെന്നാണ്
പിന്നെ ആദ്യം പറയുന്നത് വി കം ടു നോ അബൌട്ട് സമുദ്രഗുപ്താസ് അറ്റാക്സ് ഫ്രം ദി പ്രശസ്തി റിട്ടൺ ബൈ ഹിസ് കോർട്ട് പോയറ്റ് ഹരിസേന. ഓക്കെ, അതായത് ഈ സമുദ്രഗുപ്തന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഹരിസേനൻ എന്ന് പറയുന്ന കവി, ഓക്കെ, അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള പ്രശസ്തിയിൽ നിന്നാണ് സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച്, യുദ്ധ വിജയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വിവരം ലഭിക്കുന്നത്. ഒന്നുകൂടി പറയാം, സമുദ്രഗുപ്തനെ പറ്റി, അദ്ദേഹത്തിന്റെ ആക്രമണങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വിവരം കിട്ടുന്നത് ഫ്രം ദി പ്രശസ്തി റിട്ടൺ ബൈ ഹിസ് കോർട്ട് പോയറ്റ് ഹരിസേന. സമുദ്രഗുപ്തന്റെ കൊട്ടാര കവിയായിരുന്ന ഹരിസേനൻ എഴുതിയിട്ടുള്ള പ്രശസ്തിയിൽ നിന്നാണ് സമുദ്രഗുപ്തന്റെ യുദ്ധങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്. ആൻഡ് ദി പ്രശസ്തി ഈസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ദി പില്ലർ ഇൻ അലഹബാദ്. ഓക്കെ, ഈ പ്രശസ്തി എവിടെയാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, കൊത്തിവെച്ചിട്ടുള്ളത്? ദി പ്രശസ്തി ഈസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ദി പില്ലർ ഇൻ അലഹബാദ്. അലഹബാദിലെ ഒരു പില്ലർ, അതായത് ഒരു സ്തംഭം, ഒരു തൂണ്, അലഹബാദിലെ ഒരു തൂണിലാണ് ഈ പ്രശസ്തി കൊത്തിവെച്ചിട്ടുള്ളത്. ഓക്കെ, അലഹബാദിലുള്ള ഒരു പില്ലർ, ഒരു തൂണിന്റെ മുകളിലാണ് ഈ പ്രശസ്തി കൊത്തിവെച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് സമുദ്രഗുപ്തനെ പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രശസ്തി എന്താന്നൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, ഈ പ്രശസ്തി എന്ന് പറയുമ്പോൾ എന്താന്നുള്ള കാര്യം. അപ്പൊ ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രശസ്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ നോക്കാം നമുക്കത്. പ്രശസ്തി. Prashastis are the literature texts prepared by the poets of the palace to glorify the administrative reforms and successes in wars of the rulers. These were engraved on rocks or pillars. Okay, a simple language ആണ്. എന്താ പ്രശസ്തി എന്ന് പറഞ്ഞാൽ, ഈ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ആ രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങളെ പറ്റി, അവരുടെ ഭരണ നേട്ടങ്ങളെ പറ്റി, അതേപോലെ അവരുടെ വീര സാഹസ കഥകളെ പറ്റിയൊക്കെ അതിനൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് പിന്നെ രാജകൊട്ടാരത്തിലുള്ള കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങളാണ് പ്രശസ്തി അല്ലെങ്കിൽ പ്രശസ്തികൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സംഗതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് രാജാക്കന്മാരുടെ വീരകഥകളൊക്കെ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ, അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, നമുക്കതിന് പിന്നെ കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങളെ പറ്റി, നേട്ടങ്ങളെ പറ്റി, ഇങ്ങനെയുള്ള പിന്നെ വീരകഥകളെ പറ്റിയൊക്കെ ആ രാജാവിന്റെ കൊട്ടാരത്തിലുള്ള കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങളാണ് പ്രശസ്തികൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത് സാധാരണഗതിയിൽ എവിടെയാണ് രേഖപ്പെടുത്തി വെക്കുക? ഇവിടെ പറയുന്നു ദീസ് വർ എൻഗ്രേവ്ഡ് ഓൺ റോക്സ് ഓർ പില്ലേഴ്സ്. വലിയ കല്ലുകളിലോ അല്ലെങ്കിൽ ശിലകളിലോ, അതേപോലെ വലിയ സ്തംഭങ്ങൾ, പില്ലർ എന്ന് പറയുമ്പോൾ സ്തംഭം, തൂണുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ തൂണുകളിലോ വലിയ ശിലകളിലോ ഒക്കെയാണ് എന്ത് ചെയ്യുക? ഇത് രേഖപ്പെടുത്തി വെക്കുക, കൊത്തിവെക്കുക ചെയ്യുക. നമ്മൾ എഴുതി വെക്കല്ല, കൊത്തിവെക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് കാലങ്ങളോളം അത് അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കും. ഓക്കെ, അപ്പൊ അതാണ് പ്രശസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമുദ്രഗുപ്തനെ പറ്റി നമുക്ക് വിവരം കിട്ടുന്നത് ആര് തയ്യാറാക്കി? അദ്ദേഹത്തിന്റെ കോർട്ട് പോയറ്റായ ഹരിസേന തയ്യാറാക്കിയിട്ടുള്ള പ്രശസ്തികളിൽ നിന്നാണ് വിവരം കിട്ടുന്നത്. അത് പ്രധാനമായിട്ടും എവിടെയാണ് കൊത്തിവെച്ചത്? അലഹബാദിലെ പില്ലറിലാണ്. അലഹബാദിലുള്ള ഒരു പില്ലറിലാണ് അത് കൊത്തിവെച്ചിട്ടുള്ളത്. ഓക്കെ, from the details we get from this, Samudragupta defeated the northern states of India and brought under his control the southern states. അതായത് ഈ ഒരു പ്രശസ്തി അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്നത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അലഹബാദ് പ്രശസ്തി എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അലഹബാദ് പ്രശസ്തി അല്ലെങ്കിൽ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്നൊക്കെ ഈ ഒരു പ്രശസ്തി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് ഒരുപാട് വിവരങ്ങൾ സമുദ്രഗുപ്തനെ പറ്റി കിട്ടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച്, okay, from the details we get from this, Samudragupta defeated the northern states of India and brought under his control the southern states. അതായത് ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? സമുദ്രഗുപ്തൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിലെ പല പ്രദേശങ്ങളും തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ദി മാപ്പ് ഗിവൺ ബിലോ ഗിവ്സ് യു ദിസ് ഐഡിയ. അതിനെപ്പറ്റി നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ പറഞ്ഞ കാര്യത്തെ പറ്റി. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് നോക്കി താഴെയുള്ള ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. നമുക്ക് നോക്കാം. ഈ ഒരു മാപ്പിൽ ഞാൻ ഒന്നും കൂടി പേജ് സൂം ചെയ്യാം. ഓക്കെ, ഈ ഒരു മാപ്പിൽ നമ്മൾ ചില സ്ഥലപ്പേരുകൾ കാണുന്നുണ്ട്. ഉജ്ജയിനി, അതേപോലെ പ്രയാഗ, അതേപോലെ തന്നെ പാടലിപുത്ര, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതേപോലെ ചില പിന്നെ റൈറ്റിംഗ്സും കാണുന്നു അല്ലെ. റീജിയൻസ് കൺട്രോൾഡ് ബൈ സമുദ്രഗുപ്ത, റീജിയൻസ് സമുദ്രഗുപ്ത കോങ്കേർഡ്, സമുദ്രഗുപ്ത കോങ്കേർഡ്, റീജിയൻസ് കൺട്രോൾഡ് ബൈ സമുദ്രഗുപ്ത, അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അല്ലെ. അതായത് റീജിയൻസ് കൺട്രോൾഡ് ബൈ സമുദ്രഗുപ്ത എന്ന് പറഞ്ഞാൽ സമുദ്രഗുപ്തന്റെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശങ്ങൾ.
റീജിയൻസ് സമുദ്രഗുപ്ത കോങ്കേർഡ് എന്ന് പറയുമ്പോൾ ഇതിനർത്ഥം സമുദ്രഗുപ്തൻ കീഴടക്കിയ സ്ഥലങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു മാപ്പ് നോക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് താഴെ ടേബിൾ നോക്കുകയാണ്. അതിനനുസരിച്ച് ആ മാപ്പിലേക്ക് നോക്കുന്നതായിരിക്കും നന്നാവുക. റീജിയൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഓരോ റീജിയനും അദ്ദേഹം കൺട്രോൾ ചെയ്തതാണോ, കോൺകർ ചെയ്തതാണോ, ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണോ എന്നുള്ളത് നമ്മൾ എഴുതാണ് വേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റീജിയൻ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഏതാ? വടക്കു പടിഞ്ഞാറ് അല്ലെ? വടക്കു പടിഞ്ഞാറ് പ്രദേശം റീജിയൻസ് കൺട്രോൾഡ്, അദ്ദേഹം നിയന്ത്രിച്ച പ്രദേശങ്ങളാണ്. നോക്കാം, ഏതാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നോർത്ത് എന്ന് പറയുന്നത്, ഞാനൊന്ന് എഴുതി കാണിക്കുകയാണെങ്കിൽ ഡയറക്ഷൻസ് ഇനിയും കൃത്യമായിട്ട് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഒന്ന് ഞാൻ ഇവിടെ നോട്ട് ചെയ്യുകയാണ്. ഇപ്പൊ ഒരു മാപ്പിൽ നമ്മൾ നോർത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു മാപ്പിനെ സംബന്ധിച്ച് ഇത് നോർത്താണ്. ഒന്നും കൂടി ബോൾഡ് ആക്കി എഴുതാം അല്ലെ? ഓക്കെ, ഇത് നോർത്താണ്, ഇത് വെസ്റ്റ് ആണ്, ഈ ഭാഗം ഈസ്റ്റ് ആണ്, ഏറ്റവും താഴ്ഭാഗം എന്താണ്? താഴ്ഭാഗം സൗത്ത് ആണ്. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ മുകളില് നോർത്ത്, താഴെ സൗത്ത്, ഇവിടെ വെസ്റ്റ്, ഇവിടെ ഈസ്റ്റ്. ഇതാണ് ഡയറക്ഷൻ. അപ്പൊ ഡയറക്ഷൻസ് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു വെക്കണം. ഇതൊരു ബേസിക് ആയിട്ട് നമ്മൾ 8ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് നോളജ് ആണ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നു. ദെൻ അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നോർത്ത് വെസ്റ്റ് റീജിയൻ കോങ്കേർഡ് ആണോ കൺട്രോൾഡ് ആണോ എന്നാണ്. ഇതിലെ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ കാണുന്നതാണ്. ഇവിടെ നോർത്തും ഇവിടെ വെസ്റ്റും ആണെങ്കിൽ അതിനിടയിലുള്ളതാണ് നോർത്ത് വെസ്റ്റ്. റീജിയൻസ് കൺട്രോൾഡ് ബൈ സമുദ്രഗുപ്ത, അതാണ് ഇവിടെ എഴുതിയത്. നോർത്ത് വെസ്റ്റ് റീജിയൻസ് കൺട്രോൾഡ്. അപ്പൊ ഇനി വെസ്റ്റ് എന്തായിരിക്കും? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വെസ്റ്റ് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറാണ്. ഈ ഗുജറാത്തിന്റെ നേരെ കാണുന്ന ഈ ഒരു ഭാഗം, അവിടെ നമ്മൾ കോങ്കേർഡ് എന്നാ കാണുന്നത് അല്ലെ? റീജിയൻസ് കോങ്കേർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വെസ്റ്റിന് നേരെ ഇവിടെ റീജിയൻസ് കോങ്കേർഡ്. ഓക്കെ, കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങൾ, ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങൾ എന്നർത്ഥം. വെസ്റ്റ് റീജിയൻസ് കോങ്കേർഡ്. അതേപോലെ അടുത്തത് നോർത്ത് ഈസ്റ്റ് ആണ്. വടക്കു കിഴക്ക് എന്ന് പറയും. നോർത്ത് ഈസ്റ്റ് പറയുമ്പോൾ ഈ പ്രദേശമാണ് നമ്മൾ കാണുന്നത്. റീജിയൻസ് കോങ്കേർഡ് ആണ്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ഏതാണ്? റീജിയൻസ് കോങ്കേർഡ്, ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങളാണ്. ഏറ്റവും അവസാനം ഈസ്റ്റ്, കിഴക്കാണ്. കിഴക്കിന് നേരെ റീജിയൻസ് കൺട്രോൾഡ് ബൈ സമുദ്രഗുപ്ത എന്നാണ് കാണുന്നത്. അപ്പൊ എന്താ നമ്മൾ എഴുതുക? റീജിയൻസ് കൺട്രോൾഡ്. ഓക്കെ, റീജിയൻസ് കൺട്രോൾഡ്. അപ്പൊ നോർത്ത് വെസ്റ്റ് റീജിയൻസ് കൺട്രോൾഡ് ആണ്. ഈസ്റ്റിലും റീജിയൻസ് കൺട്രോൾഡ് ആണ്, നിയന്ത്രിച്ച പ്രദേശങ്ങളാണ്. വെസ്റ്റും നോർത്ത് ഈസ്റ്റും റീജിയൻസ് കോങ്കേർഡ് ആണ്, ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ ആഫ്റ്റർ സമുദ്രഗുപ്ത, അപ്പോൾ ചന്ദ്രഗുപ്ത ഒന്നാമൻ, അദ്ദേഹത്തിന് ശേഷം സമുദ്രഗുപ്ത. ആ സമുദ്രഗുപ്തന് ശേഷം ആഫ്റ്റർ സമുദ്രഗുപ്ത ദി ഗുപ്ത എംപയർ വാസ് എൻലാർജ്ഡ് ബൈ ചന്ദ്രഗുപ്ത സെക്കൻഡ്, ചന്ദ്രഗുപ്ത രണ്ടാമൻ. ഓക്കെ, സമുദ്രഗുപ്തന് ശേഷം അധികാരത്തിലെത്തിയ, അല്ലെങ്കിൽ സമുദ്രഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യം ഒന്നുകൂടി വിശാലമാക്കിയ ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. And he transferred the capital from Padaliputra to Ujjain. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ആരാണ് പാടലിപുത്രയിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് ഗുപ്തന്മാരുടെ ക്യാപിറ്റൽ തലസ്ഥാനം മാറ്റിയത്? ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ട്രാൻസ്ഫേർഡ് ദി ക്യാപിറ്റൽ ഫ്രം പാടലിപുത്ര ടു ഉജ്ജയിൻ. പാടലിപുത്രയിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് ക്യാപിറ്റൽ തലസ്ഥാനം മാറ്റി. ആൻഡ് ദി നവരത്ന, ഇമ്പോർട്ടന്റ് ആണ്, നവരത്നാസ് who were famous in various fields lived in his court. അതായത് നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന പല മേഖലകളിൽ, ഓക്കെ, പല വിവിധ മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ, 9 ആളുകൾ ജീവിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലാണ്. ആരുടെ കൊട്ടാരത്തില്? ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിലാണ്. ഇതൊക്കെ നമുക്ക് എക്കാലത്തും ഓർത്തു വെക്കേണ്ട ചില പോയിന്റുകളാണ്. ഓക്കെ, പിന്നീടുള്ള മത്സര പരീക്ഷകളിലേക്കൊക്കെ ആവശ്യമുള്ള പോയിന്റ്സ് ആണ്. സോ ഒന്നുകൂടി പറയാം, നവരത്നാസ് who were famous in various fields lived in his court. ഓക്കെ, പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള 9 ആളുകളെയാണ് നമ്മൾ നവരത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. അവർ ജീവിച്ചിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കൊട്ടാരത്തിലാണ്. ആ 9 ആളുകളെ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാനില്ലെങ്കിലും ആ പേരുകൾ 9 ആളുകൾ ഇവിടെ പറയുന്നു. നവരത്നാസ്, 9 gems. ഓക്കെ,
നവരത്നം എന്ന് പറയുമ്പോൾ 9 ജെംസ് ആണ്, അതായത് 9 രത്നങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. ആരൊക്കെയാ? കാളിദാസ, ഘടകർപ്പര, ക്ഷപണക, വരരുചി, വേതാളഭട്ട, വരാഹമിഹിര, അമരസിംഹ, അതേപോലെ തന്നെ ശംഖു, ധന്വന്തരി. ഓക്കെ, കാളിദാസൻ, ഘടകർപ്പരൻ, ക്ഷപണകൻ, വരരുചി, വേതാളഭട്ടൻ, വരാഹമിഹിരൻ, അമരസിംഹൻ, ശംഖു, ധന്വന്തരി. ഇതിലെ ചില പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ കൂട്ടത്തിൽ ഈ 9 ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. among them the most prominent was കാളിദാസൻ. നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. During this period the Chinese traveler ഫാഹിയാൻ വിസിറ്റഡ് ഇന്ത്യ. നമ്മൾ എങ്ങനെയാ വായിക്കുക? ചൈനീസ് ട്രാവലർ, അത് വായിക്കുമ്പോൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഫാഹിയാൻ എന്ന് വായിക്കുക, ഫാഹിയാൻ. ഓക്കെ, ചൈനീസ് ട്രാവലർ ഫാഹിയാൻ വിസിറ്റഡ് ഇന്ത്യ. ഈ പിന്നെ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലഘട്ടത്തിൽ ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. എ ലാർജ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് വർ ഇൻ സർക്കുലേഷൻ ഡ്യൂറിംഗ് ദി ടൈം ഓഫ് സമുദ്രഗുപ്ത ആൻഡ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. നേരത്തെ പറഞ്ഞ സമുദ്രഗുപ്തന്റെയും ഇപ്പൊ നമ്മൾ പറയുന്ന ചന്ദ്രഗുപ്ത രണ്ടാമൻ, ഈ രണ്ടാളുകളുടെയും പിന്നെ കാലഘട്ടത്തിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു, ധാരാളം ഗോൾഡ് കോയിൻസ് ഉപയോഗത്തിലുണ്ടായിരുന്നു. ആൻഡ് ദീസ് കോയിൻസ് ആർ സ്പെസിമെൻസ് ഓഫ് ആർട്ടിസ്റ്റിക് സ്കിൽസ് ഓഫ് ദാറ്റ് ടൈം. ഈ നാണയങ്ങൾ എന്തിനുള്ള ഉദാഹരണങ്ങൾ കൂടിയാണ്? ആ കാലഘട്ടത്തിലെ കലാരംഗത്തെ വൈദഗ്ധ്യത്തിന് ഉദാഹരണങ്ങൾ കൂടിയാണ് ഈ നാണയങ്ങൾ. Then Kumaragupta and Skandagupta were the successors of Chandragupta II. ഓക്കെ, ചന്ദ്രഗുപ്തൻ രണ്ടാമന് ശേഷം പിന്നീട് അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരികളാണ് കുമാരഗുപ്തനും സ്കന്ദഗുപ്തനും. അപ്പൊ ആരൊക്കെയാ പ്രധാനപ്പെട്ട റൂളേഴ്സ്? ഏറ്റവും ആദ്യം മുതൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ, എല്ലാം ഞാൻ ഷെയ്ഡ് ചെയ്ത കാര്യങ്ങളൊക്കെ മായ്ക്കുകയാണ്. ആദ്യം മുതൽ പറയുകയാണെങ്കിൽ, ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട റൂളർ, ഓക്കെ, ഗുപ്ത എംപയറിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട റൂളർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ശേഷം സമുദ്രഗുപ്ത, അദ്ദേഹത്തിന്റെ ശേഷം നമ്മൾ പറഞ്ഞു ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, അദ്ദേഹത്തിന് ശേഷം രണ്ടാളുകൾ കൂടി കുമാരഗുപ്ത, സ്കന്ദഗുപ്ത. ഓക്കെ, they were the successors of ചന്ദ്രഗുപ്ത സെക്കൻഡ്. അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഗുപ്ത എംപയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. ഒരു ചെറിയ ഭാഗം കൂടി ഈ ചാപ്റ്ററിൽ കിടക്കുന്നുണ്ട്, ലൈഫ് ഓഫ് പീപ്പിൾ. ഓക്കെ, പിന്നെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഭാഗം കൂടി നമുക്കിവിടെ പറയാനുണ്ട്. അതേപോലെ തന്നെ കുറെ റൈറ്റേഴ്സ്, അവരുടെ ബുക്സ്, ഏത് ഏരിയയുമായി ബന്ധപ്പെട്ട റൈറ്റിംഗ്സ് ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ അവശേഷിക്കുന്നു. അതോടുകൂടി അതും പിന്നെ ചെറിയൊരു കൺക്ലൂഡിംഗ് പാർട്ടും കൂടി പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കഴിയും. അത് പക്ഷെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.